അച്യുതൻ, ഇതിപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചത് ഈ 7 ചോദ്യങ്ങൾ നിലവിലിപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അധിക ചോദ്യങ്ങൾ എഴുതി നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതായത് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹർജി പുനഃപരിശോധനാ ഹർജികളിൽ 7 ചോദ്യങ്ങളാണ് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. അത് 7 വിഷയങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങളാണ് ഈ മാർച്ച് 14 മുൻപ് കക്ഷികൾ എഴുതി നൽകേണ്ടത്. അത് അടിസ്ഥാനമാക്കി അത് പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഏപ്രിൽ 7-ന് വാദം ആരംഭിക്കുക. ആദ്യം ഈ പറഞ്ഞതുപോലെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം 7 മുതൽ 9 വരെയും അതിനുശേഷമായിരിക്കും ഇതിനെ എതിർക്കുന്നവരുടെ വാദം നടക്കുക. ഏപ്രിൽ 14 മുതൽ ഈ 16 വരെ നടക്കുക. എന്തായാലും ഏപ്രിലിൽ വാദം ആരംഭിച്ച ആ മാസം തന്നെയായിരിക്കും വാദം പൂർത്തിയാകുന്നതും. അതായത് വേഗത്തിൽ തന്നെ ഈ കേസിലൊരു തീർപ്പിലേക്ക് എത്താനുള്ള സാധ്യതകൾ അതിലൂടെ കാണുന്നുണ്ട്. എന്തായാലും വാദം കേട്ട ശേഷം സാധാരണഗതിയിൽ, കാരണം ഇത്തരത്തിൽ സങ്കീർണമായ വിഷയങ്ങളിൽ ഒപ്പം തന്നെ ദീർഘനാൾ വാദം കേൾക്കുന്ന വിഷയങ്ങളിൽ സുപ്രീം കോടതി വാദം കേട്ട ശേഷം ഉത്തരവ് പറയാനായി മാറ്റുകയാണ് സാധാരണ പതിവുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഏപ്രിൽ 22 വാദം പൂർത്തിയാകും എന്നൊരു പ്രതീക്ഷയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രകടിപ്പിച്ചത്. അതിന് എല്ലാ കക്ഷികളും അത്തരത്തിൽ ആ ഒരു സമയക്രമം പാലിക്കാൻ ശ്രമിക്കണം. വാദങ്ങൾ പൂർത്തിയാക്കുന്നത് ആ ഒരു സമയക്രമത്തിനുള്ളിലായിരിക്കണം എന്നൊരു കാര്യം ചീഫ് ജസ്റ്റിസ് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഏപ്രിൽ 22 വാദം പൂർത്തിയാക്കിയ ശേഷം ഇതിൽ ഉത്തരവ് പറയാനായി മാറ്റുകയും പിന്നീട് ഒരു ഉത്തരവ് ഈ വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഭരണഘടനയുടെ പല വശങ്ങൾ പരിശോധിച്ചുകൊണ്ട്, അതായത് ഈ ആർട്ടിക്കിൾ 14 അതുപോലെ ആർട്ടിക്കിൾ 25 ഇത് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിൽ കുടുങ്ങിക്കിടക്കുന്ന പല നിയമപരമായിട്ടുള്ള സങ്കീർണതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ഒരു അന്തിമ ഉത്തരവ് ഈ വിഷയത്തിൽ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.